നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പിറക്കാൻ പോകുന്ന കുട്ടിയെ വരെ കടക്കണിയിലാക്കാൻ തിരക്കിട്ട് സിൽവർ ലൈനുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാനത്ത് ഉള്ള കടത്തിൻ്റെ ഭാരം താങ്ങാനാകാതെ ജനങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ്. ഓരോ ദിവസവും കുടുംബങ്ങളുടെ കൂട്ട ആത്മഹത്യകൾക്കൊപ്പം കണ്ണീർപ്പാടത്ത് കർഷകരും മരിച്ചു വീഴുകയാണ്. കടക്കിണിയെ തുടർന്ന് ഇന്ന് ആത്മഹത്യ ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിരണം സ്വദേശി രാജീവ്. വെള്ളം കയറി രാജീവിൻ്റെ 8 ഏക്കറോളം കൃഷി നശിച്ചിരുന്നു. ഒപ്പം തിരിച്ചടവ് മുടങ്ങിയ വായ്പകളും. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയും കാലം മറന്നുള്ള മഴപ്പെയ്ത്തും സംസ്ഥാനത്ത് കർഷകൻ്റെ ജീവിതം കണ്ണീരിലാക്കി. ദേശീയ തലത്തിൽ കർഷകരുടെ സമരത്തിനൊപ്പം നിലയുറപ്പിച്ച ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അവരുടെ സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ കർഷകരുടെ കണ്ണീരൊപ്പാൻ എന്തു ചെയ്തു? എന്തുകൊണ്ട് കേരളത്തിൽ കർഷക ആത്മഹത്യകൾ? ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ശ്രീ KVS ഹരിദാസ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം KVSലേക്ക് പോവുകയാണ്. ശ്രീ KVS ഹരിദാസ്, ഇതിപ്പോൾ ഈ കാലം തെറ്റി പെയ്യുന്ന മഴ, അതിനെ തുടർന്ന് സംഭവിക്കുന്ന വിളനാശം, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്നുണ്ടായ ആഗോളതലത്തിൽ തന്നെ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ കേരളത്തിലും ഈ കാർഷിക പ്രതിസന്ധിയും കർഷക ആത്മഹത്യകളും ഒക്കെ സംഭവിക്കുന്നത്? അതോ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, നേരത്തെ UDF, ഈ ഇടത് വലത് മുന്നണികൾ മാറി മാറി അധികാരത്തിൽ വന്ന സംസ്ഥാനം, ഇവർ പിന്തുടർന്ന നയങ്ങളുടെ കൂടി ഒരു പ്രശ്നമായിട്ടാണോ കേരളത്തിൽ ഈ കർഷക ആത്മഹത്യകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ KVSലേക്ക് ഒരിക്കൽ കൂടി പോകാൻ ശ്രമിക്കുകയാണ്. ശ്രീ KVS, ഞാൻ നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചത്, ഇപ്പോൾ ഈ കർഷക ആത്മഹത്യ, ഇടയ്ക്ക് അട്ടപ്പാടിയിൽ നിന്ന് ശിശുമരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല കേരളത്തെ സംബന്ധിച്ചും. കേരളത്തിൽ UDFും LDFും ഒക്കെ മാറി മാറി അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2ാം ടേമിൽ പിണറായി തുടരുകയാണ്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിക്കുന്ന മഴ, വിളനാശം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കൊറോണ വൈറസ് വ്യാപനം മൂലം ആഗോളതലത്തിൽ തന്നെ ഉണ്ടായ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇതൊക്കെ അറിയാം. എങ്കിലും കേരളത്തിൽ ഈ കർഷക ആത്മഹത്യകൾ തുടരെ ഉണ്ടാകുന്നു. അതിൻ്റെ കാരണം ഇവ മാത്രമാണോ? ഈ പല മുന്നണികൾ പല കാലങ്ങളിൽ ഭരിച്ച അവർ പിന്തുടർന്ന നയവൈകല്യങ്ങൾ കൂടി അതിന് കാരണമായിട്ടുണ്ടോ? ഞാനതെടുത്ത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഈ ദേശീയ തലത്തിൽ കർഷക സമരത്തെ പിന്തുണച്ച പാർട്ടികളാണ് CPMും കോൺഗ്രസും ഒക്കെ. അപ്പോൾ അവരാണ് ഇവിടെ മാറി മാറി പലതവണ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ CPM നയിക്കുന്ന മുന്നണി അധികാരത്തിൽ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള ഈ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അവയ്ക്ക് പരിഹാരം കണ്ടെത്താനും ഈ മുന്നണികൾക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? അത് ഇല്ല എന്നതിൻ്റെ തെളിവാണോ ഈ കർഷകാത്മഹത്യകൾ? പക്ഷേ കാർഷിക രംഗത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണത്. അതിന് പരിഹാരം തേടിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് വലിയൊരു നിയമനിർമ്മാണത്തിന് തയ്യാറായത്. കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ തന്നെയാണെന്ന് മോഡി ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്തത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. പക്ഷെ കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? അത് സമഗ്രമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായ ജനം TV അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നു. നമ്മൾ കാണേണ്ടത്, മഴ പലപ്പോഴും കാലം തെറ്റി വരുന്നുണ്ട് നമ്മുടെ ഇവിടെ. ചിലപ്പോൾ വരൾച്ച ഉണ്ടാകുന്നു, കാറ്റുണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ കാർഷിക വിപണിയെ, കാർഷിക മേഖലയെ ബാധിക്കാറുമുണ്ട്.
ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് വലിയ ബൃഹത്തായിട്ടുള്ള ഒരു കാർഷിക ഇൻഷുറൻസ് പദ്ധതിക്ക് രൂപം നൽകിയത്. കേന്ദ്ര സർക്കാർ നേരിട്ടല്ല അത് നടത്തുന്നത്. പല അക്രഡിറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് ഏജൻസികളുമായിട്ട് സഹകരിച്ചിട്ടാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ആദ്യം മുതലേ കേരള ഗവൺമെന്റ് അതിനോട് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ് ഉണ്ടായത്. ഞാൻ ഓർക്കുന്നു, കേരളത്തിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിന്റെ നാളുകൾ, എത്രയോ ഹെക്ടർ, എത്രയോ നൂറുകണക്കിന് ഏക്കർ ഭൂമിയിൽ കൃഷി നശിച്ചു, വെള്ളത്തിനടിയിലായി. പിന്നീട് ഒരിക്കലും കൃഷി ചെയ്യാൻ വയ്യാത്ത വിധം, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചാലേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതി വരെ ഉണ്ടായി പല ഭാഗത്തും. കുട്ടനാട്ടിലൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചിത്രമുണ്ട്. പക്ഷേ അന്നൊന്നും നയ പൈസ കേരളത്തിലെ കർഷകർക്ക് കിട്ടിയില്ല. അതിനുള്ള കാരണം എന്തായിരുന്നു? ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച കാർഷിക ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണ്ട എന്ന് ഇടതുപക്ഷ സർക്കാരുകൾ തീരുമാനിച്ചു. അത് കഴിഞ്ഞ പ്രകൃതിക്ഷോഭത്തിന്റെ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്ന് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ തൃശ്ശൂരിലുള്ള ബേരിയ മറന്നു അദ്ദേഹം ഈ കുറ്റസമ്മതം നടത്തി ചാനലിൽ വന്നിട്ട്. അത് അബദ്ധമായി പോയി. ഞങ്ങൾ ആ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ മുൻകൂട്ടി കാണുന്നതിൽ തെറ്റുപറ്റി എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇപ്പോഴും കേരളത്തില് ആ നിലയ്ക്കുള്ള ഒരു ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം നേരെ ചെവ്വേ നടപ്പിലാക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. അത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഈ പറയുന്ന രാജീവിന്റെ ആത്മഹത്യ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. കാരണം അതിൽ വ്യവസ്ഥയുണ്ട്. ഇത്രത്തോളം കൃഷിനാശമുണ്ടായാൽ ഇത്ര ശതമാനം തുക നൽകണം, കൃത്യമായ വ്യവസ്ഥയുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ അത് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ കർഷകർക്ക് പരാതിപ്പെടാനുള്ള സംവിധാനമുണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പിലാക്കുന്നതിൽ ഈ ഗവൺമെന്റ് കാണിച്ച ഗുരുതരമായ വീഴ്ചയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലുള്ളത്. ഇനിയെങ്കിലും സർക്കാർ ഈ കാര്യത്തിൽ മനസ്സ് തുറന്ന് ചിന്തിക്കണം. ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ രാഷ്ട്രീയ വിരോധമൊക്കെ മാറ്റി നിർത്തൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് സമാന്തരമായിട്ടുള്ള ബദലായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയണം. അതിട്ട് കഴിയുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാർഷിക രംഗത്ത് കർഷകരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഈ ഗവൺമെന്റ് ഇനിയെങ്കിലും തയ്യാറാവണം. കേന്ദ്രം മുന്നോട്ട് വെച്ച ഈ രീതിയിലുള്ള ഭേദഗതികൾ, നിർദ്ദേശങ്ങൾ, അതിനെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിൽ എതിർത്തല്ലോ. ഇപ്പോൾ അവരത് അംഗീകരിക്കുന്നുണ്ടാകുമോ? അല്ല, അവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് അവരുടെ പ്രശ്നമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തും ഈ കാർഷിക ഇൻഷുറൻസ് പദ്ധതിയോട് യോജിച്ച നിലപാടല്ല എടുത്തിരുന്നത്. അന്നത് ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കേരളത്തിലെ കർഷകർക്ക് ഈ ഗതികേടുണ്ടാകുമായിരുന്നില്ല. അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ രാഷ്ട്രീയമായിട്ടാണ് എല്ലാ പ്രശ്നങ്ങളോടും സമീപിക്കുന്നത്, എല്ലാ വിഷയത്തോടും. അല്ല, ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ നാളെ ഈ ആത്മഹത്യ സംഭവിച്ച പ്രദേശത്തേക്ക്, ഒപ്പം അപ്പർ കുട്ടനാട്ടിൽ നിലവിലുള്ള ഈ കാർഷിക പ്രതിസന്ധി നേരിടുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ UDFന്റെ ഒരു സംഘം പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകാൻ അവർക്കെന്ത് അർഹത എന്ന ചോദ്യം കൂടിയില്ലേ? അത് രാഷ്ട്രീയമാണ്. UDF ഭരിക്കുന്ന കാലത്തല്ലേ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നത്? മൻമോഹൻ സിംഗിന്റെ കാലത്തല്ലേ രാജ്യത്തെ ഏറ്റവും അധികം കർഷകർ ആത്മഹത്യ ചെയ്തത്? കണക്കുകളില്ലേ നമ്മുടെ മുമ്പിൽ? പാർലമെന്റിൽ അത് വച്ചിട്ടില്ലേ? ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഞാൻ കേരളത്തിലെ ഒരു ഉദാഹരണം കൂടി പറയാം. കഴിഞ്ഞ ഓണക്കാലം സുബീഷ് ഓർക്കുന്നുണ്ടോ? കേരളത്തില് പച്ചക്കറി വിളയിച്ചിട്ട് അത് വിൽക്കാൻ വേണ്ടി വിപണി അന്വേഷിച്ച് നടന്ന കർഷകരുടെ സ്ഥിതി നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാ. അന്ന് കേരളത്തിലേക്ക് പച്ചക്കറി കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ, 2-3 ഏജൻസികൾ ഉണ്ടല്ലോ, അവര് പച്ചക്കറി വാങ്ങാൻ പോയത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെയാണ്. കേരളത്തിലെ കർഷകന് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായിരുന്നു.
വയനാട്ടില് നാട് നീളെ വാഴക്കൃഷി ചെയ്തിട്ടുണ്ട് അവര്. ആ വാഴ കൃഷി ചെയ്തിട്ട് ഓണത്തിന് വിപണിയിൽ എത്തിക്കാൻ പാകത്തിന് കായ് വിളയുമ്പോൾ അത് വാങ്ങാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏജൻസികൾക്കില്ലേ? 2-3 വർഷം മുമ്പ് റിലയൻസുകാർ വന്ന് അവിടുത്തെ എന്താ പറയുക വാഴത്തോട്ടങ്ങളിൽ നിന്ന് കുത്തകയായിട്ട് കായ വാങ്ങിക്കൊണ്ട് പോയി. 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ നിർത്തി. പക്ഷേ നമ്മുടെ നാട്ടിലെ പച്ചക്കറി വിപണന രംഗത്തുള്ള സർക്കാർ സംവിധാനങ്ങൾ ഈ മേഖലയിൽ പോയി കർഷകരിൽ നിന്ന് സംഭരിച്ച് സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതല്ലേ? ഉണ്ടാക്കുന്നില്ല. പാലക്കാട് ജില്ലയിലെ മാങ്ങ വിപണി ഇതൊരു ഉദാഹരണമാണ്. അവിടെയും ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. എന്തിനു പറയുന്നു? നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടതല്ലേ കുട്ടനാട്ടിലെയും പാലക്കാടിലെയും നെൽകൃഷിക്കാരുടെ അവസ്ഥ. നെല്ല് സംഭരിച്ചു, മാസങ്ങളോളം പണം കൊടുത്തില്ല, മാസങ്ങളോളം. അവസാനം പട്ടിണി യാത്ര വരെ നടത്തി പാലക്കാട്ടെ കർഷകര്, കുട്ടനാട്ടിലെ കർഷകര്. തേങ്ങ വാങ്ങി, പണം കൊടുത്തില്ല. അപ്പൊ ഇവിടെ സിൽവർ ലൈനിനെ കുറിച്ചും മറ്റ് പദ്ധതികളെ കുറിച്ചും ഒക്കെ കുറെ പ്രസംഗിക്കുന്ന ഈ രാഷ്ട്രീയ യജമാനന്മാര് ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെ കുറിച്ച് ചിന്തിക്കാറില്ല. എന്തുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നില്ല? ഞാൻ KVS-ലേക്ക് വരാം. അഡ്വക്കേറ്റ് അനിൽ ബോസ്, കുട്ടനാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ത്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ത്, അത് കൃത്യമായി അറിയുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് എന്ന് എനിക്കറിയാം. അത് പല ചർച്ചകളിലും അനിൽ ബോസ് അവരുടെ വേദനകൾ പങ്കുവച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ഇതിപ്പോൾ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു സാമ്പത്തിക പ്രതിസന്ധിയോ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയോ ഒന്നുമല്ല. KVS ചോദിച്ചതുപോലെ കേരളത്തിലെ കർഷകർക്ക് അവരുടെ വിള നശിക്കുമ്പോൾ മതിയായ നഷ്ടപരിഹാരം എന്നാണ് കിട്ടിയിട്ടുള്ളത്? അത് പിണറായി വിജയൻ്റെ ഭരണം തുടങ്ങിയതിന് ശേഷം മാത്രമല്ല, അതിനു മുൻപും ആ രീതിയിലുള്ള ഒരു ഇൻഷുറൻസ്, നഷ്ടപരിഹാരം അവർക്ക് ലഭ്യമായിട്ടില്ല എന്ന് KVS പറയുന്നു. പിന്നെ ഈ സംഭരണം നമ്മൾ ഓരോ കാലത്തും ഓരോ വർഷവും ആവർത്തിക്കുന്നതാണ്. സംഭരണം നടക്കുന്നില്ല എന്ന വാർത്ത, അതിനും കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല. അതിപ്പോൾ എല്ലാം പിണറായി വിജയൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. UDF-നും കൂടി ഉത്തരവാദിത്തമുള്ള, അല്ലെങ്കിൽ അവർ കൂടി നിർവഹിക്കേണ്ടിയിരുന്ന ഒന്നായിരുന്നു അത്. അപ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നാളെ അപ്പർ കുട്ടനാട്ടിലേക്ക് UDF സംഘം പോകുമ്പോൾ നിങ്ങൾക്ക് പോകാൻ എന്തർഹത എന്ന ചോദ്യം കൂടിയാണ് അനുബന്ധമായി ഉയരുന്നത്. അനിൽ ബോസ്, എനിക്ക് വളരെ കുറച്ച് ദിവസം കൂടിയിരുന്നാണ് ജനം TV-യിൽ ഞാൻ ചർച്ചയ്ക്ക് വരുന്ന എൻ്റെ സ്നേഹിതൻ സുബീഷിൻ്റെ തുടക്കത്തിൽ എനിക്കൊരു സംശയം, ഈ ചാനൽ മാറിപ്പോയോ, ഞാൻ തെറ്റിക്കേറിയതാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. കാരണം നിങ്ങളുടെ ഒരു ലൈനൊക്കെ കണ്ടിട്ട് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭയിലും ഇപ്പോൾ CPM-ൻ്റെ പാർട്ടി കോൺഗ്രസും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു ആവേശമുണ്ട് പിണറായി സർക്കാരിനെ ന്യായീകരിക്കാൻ. അതും പ്രതിപക്ഷത്തിൻ്റെ കുറ്റമാണെന്ന് സ്ഥാപിക്കാനുള്ള അങ്ങയുടെ വ്യഗ്രത സംശയങ്ങൾ ഉയരുകയാണ്. പോട്ടെ, ആയിക്കോട്ടെ, തമാശയായിട്ട് തന്നെ എടുത്താൽ മതി ചില കാര്യങ്ങൾ. അപ്പം എന്തായാലും വളരെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് എൻ്റെ പ്രദേശത്ത് തന്നല്ല, കാർഷിക മേഖലയിൽ മൊത്തത്തിൽ. അത് ലോവർ കുട്ടനാടാണെങ്കിലും അപ്പർ കുട്ടനാടാണെങ്കിലും വലിയ പ്രതിസന്ധിയിലാണ്, വളരെ വലിയ പ്രതിസന്ധിയിലാണ്. ഞാനൊക്കെ ജനിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിൽ 5 ദിവസക്കാലം കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്സവമാണ്. ഞങ്ങളെല്ലാവരും കുട്ടിക്കാലത്ത് വളരെ ആവേശത്തോടു കൂടി ഈ വെള്ളത്തിൽ നീന്തിക്കളിച്ച് ഈ ചെളിയും ചവിട്ടി സ്കൂളിൽ പോകുമ്പോഴും പിന്നെ വീടുകൾ ഇല്ലാത്ത ആളുകൾ ക്യാമ്പിൽ പോകുമ്പോഴും അതിനൊക്കെ ആ ഒത്തത് ചേർന്ന് സദ്യ ഉണ്ടാക്കി അതെല്ലാം വലിയ ആഘോഷമായിട്ടാണ് കുട്ടനാട്ടുകാർ കണ്ടിരുന്നത്. വെള്ളപ്പൊക്കത്തെ, ഈ പറയുന്ന മഴയെ ഒക്കെ പ്രകൃതിയുടെ ഒരു പ്രത്യേകതയായി വരദാനമായി കണ്ടു തന്നെയാണ് ഞങ്ങളെല്ലാം അത് ആസ്വദിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഭയമാണ്, എല്ലാവർക്കും ഭയമാണ്. കാരണം പട്ടിണിയാണ് പല വീടുകളും. വെള്ളപ്പൊക്കം വരും, വർഷത്തിലൊരിക്കൽ വരും, 5 ദിവസം നിൽക്കും, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ പെയ്തു വരുന്ന മഴയിൽ ആ ചെളി കഴുകി ഇറങ്ങിപ്പോകും. കാരണം ഈ എക്കലും ചെളിയും എല്ലാം വന്ന് അടിയുന്നത് കഴുകി ഇറങ്ങിപ്പോകുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ. ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം ചിറയെല്ലാം കോരി അവരുടെ പറമ്പ് ഉയർത്തി തെങ്ങിനും മറ്റു വിളകൾക്കും ഒക്കെ ചെളിയും ഒക്കെ ഇട്ടുകൊടുത്ത് വളം ചെയ്ത് ചാണകമൊക്കെ വിതറി അത് വീണ്ടും അത് ഫലഭൂയിഷ്ടമാക്കുന്ന ഒരു സ്വാഭാവികമായ എന്നാൽ വലിയ ചൈതന്യവത്തായ പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു പ്രക്രിയയാണ് നടന്നിരുന്നത് കുട്ടനാട്ടിൽ.
കുട്ടനാട്ടിൽ ഒരുപാട് മാറി. ഇന്നിപ്പോൾ മഴ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ബാഗ് റെഡിയാക്കി എത്രയും വേഗം ഒരു വണ്ടി പിടിച്ച് ഒന്നുകിൽ ചങ്ങനാശ്ശേരിയിൽ അല്ലെങ്കിൽ കോട്ടയത്ത് അല്ലെങ്കിൽ ആലപ്പുഴ ടൗണിൽ പോകാൻ പരക്കം പായുന്നതാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. ഇതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു വർഷത്തിൽ തുടർച്ചയായി 9 തവണ വെള്ളമാണ്. ഇപ്പം വേനൽ മഴ തുടങ്ങിയിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ഈ വേനൽ മഴ നടക്കുന്നതിന് മുമ്പ് പൊള്ളുന്ന വെയിലിൽ കുട്ടനാട്ടിലെ പല വീടുകളിലും വെള്ളമാണ്. ഒരു ഭരണാധികാരിയും തിരിച്ചറിയുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു കൈനകരി പഞ്ചായത്ത് എൻ്റെ അസംബ്ലി നിയോജക മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ്. ആ കൈനകരി പഞ്ചായത്തിലെ പല വീടുകളിലും ഏറ്റവും ശക്തമായ വേനൽക്കാലത്ത് ജനൽപ്പൊക്കം വെള്ളം നിൽക്കുകയാണ്. വളരെ നിവൃത്തിയില്ലാത്ത ആളുകൾ ഇതെല്ലാം വിറ്റ് കരതേടുന്ന പലായനം ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കുട്ടനാട് പോവുകയാണ്. ഇത് വലിയ ദുരവസ്ഥയാണ്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി എടുക്കുക, പൊതുവിഷയമായി എന്നെടുക്കുന്ന രീതിയിലല്ലാതെ ഒരു പാർട്ടി കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെ അഭിമുഖീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ്. പക്ഷേ കോൺഗ്രസ് താല്പര്യത്തിനപ്പുറം കുട്ടനാടിൻ്റെ കർഷകരുടെ പൊതുസമൂഹത്തിൻ്റെ താല്പര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കറിയുന്നവർ എന്നെ വിളിച്ചു. നിവർത്തിയില്ല, ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞെന്താ 5 ദിവസത്തെ മഴ കൊണ്ട് പല പാടങ്ങളും കവിഞ്ഞൊഴുകാണ്. കൊയ്യാൻ അവൻ്റെ മുഴുവൻ അധ്വാനം വീട് പണയം വെച്ച് സ്വർണം പണയം വെച്ച് ആ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഇനി 5-6 ദിവസം കൂടി മാറി നിന്നാൽ അവനത് കൊയ്തെടുക്കാം. ആ കൊയ്തെടുക്കുന്ന വില അത് സംഭരിക്കുന്നവർ കൃത്യമായി കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഒരു പ്രതീക്ഷയാണ് പറഞ്ഞു നിൽക്കാൻ. കടക്കാരൻ എന്നുള്ളതിൽ എനിക്ക് 1 മാസം കഴിയുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ 2 മാസത്തിനകം കിട്ടും, ഞാൻ തരാം, എനിക്ക് ഇത്തവണ ഇത്ര കിൻഡൽ നെല്ലുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ പ്രതീക്ഷയാണ്. തകർന്നിരിക്കുകയാണ് പല ആളുകളും. അല്ല, ഏത് കാലത്താണ് അങ്ങനെ കൃത്യമായി ആ സംവിധാനം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് നേരത്തെ KVS ചോദിച്ചത് അഡ്വക്കേറ്റ് അനിൽ ബോസ്. ഇതിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ക്രൈസിസ് ആണോ? കർഷകർക്ക് അവരുടെ വിളയ്ക്ക് പരമാവധി വില കിട്ടിയിരുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ വിളകൾ കൃത്യമായി സംഭരിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വിള നശിക്കുമ്പോൾ കൃത്യമായി നഷ്ടപരിഹാരം ഉറപ്പാക്കപ്പെടുകയും അത് വിതരണം ചെയ്യപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലം നേരത്തെ ഉണ്ടായിരുന്നോ എന്നാണ് നേരത്തെ KVS ചോദിച്ചത്. അതിലേക്ക് ഞാൻ വരിക തന്നെയാണ്. KVS ഒരുപാട് നേരം സംസാരിച്ചു. KVS പറഞ്ഞതൊക്കെ കർഷക വിഷയമാണ്. അല്പം ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ദേശീയ BJP രാഷ്ട്രീയമൊക്കെ കടന്നു വന്നു എങ്കിൽ പോലും പുള്ളി പറഞ്ഞതിലും 70% കർഷകർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അതിനെയൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. എനിക്ക് അതിലൊന്നും വ്യക്തിപരമായ വ്യത്യസ്ത അഭിപ്രായമില്ല. ഒരു തർക്കമുണ്ട് എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ആത്മഹത്യയുടെ കണക്കും അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചും അത് ഏറ്റവും കൂടുതൽ കാലം നടന്നത് കോൺഗ്രസ് കാലത്താണെന്നൊക്കെ പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ തർക്കമുണ്ട്. ഞാൻ അത്തരമൊരു തർക്കത്തിലേക്ക് പോകുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ കർഷകർക്ക് ധനസഹായം കൊടുത്തുകൊണ്ട് കാർഷിക കടാശ്വാസം നൽകിക്കൊണ്ട് ഏതാണ്ട് 75-80 ലക്ഷം കോടി രൂപ വായ്പ കൊടുത്തതും കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. അത് മനസ്സിലാക്കിയിരിക്കണം. ആരെങ്കിലും പ്രതിസന്ധി നേരിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കണക്കുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തെ എണ്ണം വെച്ച് ഞാൻ ചർച്ച ചെയ്യാം. മഹാരാഷ്ട്രയിൽ എത്ര മരണം, കർണാടകയിൽ എത്ര മരണം, തെലങ്കാനയിൽ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഫോണിൽ ഞാനിപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സംസ്ഥാനം നടന്ന ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഈ നരേന്ദ്രമോദിയുടെ കാലത്ത് നടന്ന മരണത്തിൻ്റെ കണക്കൊക്കെ ഉണ്ട്. മരണത്തിൻ്റെ കണക്ക് പറയലല്ല, എന്തുണ്ട് പ്രതിവിധി എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നിങ്ങൾ ചോദിച്ചു, സുബീഷ് ചോദിച്ച യാഥാർത്ഥ്യമുള്ള ഈ പ്രതിവിധി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ബില്ലിലുണ്ടായിരുന്നു, ബില്ലിലെ വ്യവസ്ഥകളിലുണ്ടായിരുന്നു. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? അത് നിങ്ങൾ പറയേണ്ട മറുപടിയാണ് എന്നാണ് KVS നേരത്തെ അറിയിച്ചത്. അല്ല സുബീഷ, ഞാൻ തുടക്കത്തിൽ വളരെ മാന്യമായി പൊതുസമൂഹത്തിലെ കർഷകരെ ബാധിക്കുന്ന വിഷയമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ രാഷ്ട്രീയത്തിനപ്പുറം ഒരു തലത്തിൽ ഈ വിഷയത്തെ നോക്കിക്കാണണമെന്ന് പറഞ്ഞു. ഒറ്റ വരിയെ ഞാൻ പറഞ്ഞുള്ളൂ. കോൺഗ്രസ് ഗവൺമെൻറ് കാലത്തെ കർഷക ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ദുരവസ്ഥ അനുഭവിച്ച സമൂഹത്തിന് കോടാനുകോടി രൂപ എഴുതിത്തള്ളി വായ്പ എഴുതിത്തള്ളിയ സർക്കാരെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ കഴിഞ്ഞ മോഡി വന്നതിന് ശേഷം നടന്നിട്ടുള്ള ആത്മഹത്യയുടെ കണക്ക് മൊത്തം എത്രയെന്ന് എൻ്റെ കയ്യിലുണ്ട്. ഓരോ സംസ്ഥാനത്തെയും കണക്ക് വെച്ച് ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ രാഷ്ട്രീയമല്ല ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീടിനെ ബാധിക്കുന്ന, നിങ്ങളെ ബാധിക്കുന്ന, നമ്മുടെ സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു ചർച്ചയെങ്കിലും നടക്കും. എങ്കിൽ പ്രതിവിധി എന്തെന്ന് പറയൂ, പ്രതിവിധി എന്തെന്ന് പറയൂ. KVS പറയുന്നു ഈ പ്രതിവിധി അടക്കം പരിഹാര മാർഗങ്ങളടക്കം ഞങ്ങൾ മുന്നോട്ട് വെച്ചില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം, കർഷകന്റെ രാഷ്ട്രീയം, അത് ചർച്ചയാകേണ്ട ഒന്ന് തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനിൽ ബോസ്, പ്രതിവിധി എന്ത് പറയൂ. ഞാനത് സുബീഷെ ഞാൻ പറയാം. സുബീഷ് ചോദിച്ച ചോദ്യത്തിന് ആ ഉത്തരം പറയട്ടെ എന്ന്. സംഭരണത്തിന് പണം കിട്ടുന്നില്ല, താങ്കൾ ചോദിച്ച ചോദ്യമല്ലേ, ഞാൻ ആ ഉത്തരം പറയണ്ടേ?
ആ ഉത്തരം പറയണ്ടെങ്കിൽ പറഞ്ഞു എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് മുൻകൂട്ടി എഴുതാൻ ഞാൻ അതെല്ലാം പറയാം. പറഞ്ഞോളൂ. അത് ശരിയല്ലല്ലോ. ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കൂ. ഇത് ക്ലാരിറ്റി വരട്ടെ, 10 പേർക്കെങ്കിലും കേൾക്കുന്നവർക്ക് ക്ലാരിറ്റി വരട്ടെ. നിങ്ങൾ മനസ്സിലാക്കുക, സംഭരണം എന്ന് പറയുന്നത് 57 മുതൽ ഇങ്ങോട്ടുള്ള ഗവൺമെൻറ് കാലത്ത് നേരിട്ട് നെൽകർഷകരുടെ നെല്ല് സംഭരിക്കുന്ന സമ്പ്രദായം കേരള സംസ്ഥാനത്തുണ്ടായിരുന്നില്ല. അത് ആദ്യം അറിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും സ്വകാര്യ മില്ലുക, സ്വകാര്യ കർഷക ഏജന്റുമാർ അവർ വന്ന് പാടശേഖരങ്ങളിൽ കൊയ്യുന്നവരുടെ വില ഇടിച്ചു താഴ്ത്തി, അന്നത്തെ കാലം എന്ന് പറയുന്നത് 400 രൂപ 500 രൂപയ്ക്ക് താഴെ വില കിട്ടുന്ന വളരെ ഗതികേടിൻ്റെ കാലമായിരുന്നു. അടിസ്ഥാന വില പോലും അവർക്ക് കിട്ടാത്ത, അവരുടെ ഉൽപ്പാദനത്തിൽ അവർ വിനിയോഗിക്കുന്നതിൽ നിന്നും അവർക്ക് വളത്തിന്, വിഷത്തിന്, വിത്തിന്, പാടത്ത് പമ്പിങ്ങിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് പണം കിട്ടാത്ത വലിയ ദയനീയമായ സ്ഥിതി, മുടക്ക് മുതൽ ഊരാൻ കഴിയാത്ത സ്ഥിതി. ആ സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് ആദ്യമായി സംസ്ഥാനത്ത് നെല്ല് സംഭരണം എന്ന് പറയുന്ന നേരിട്ട്, അന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശാണ്, അന്നാണ് ആദ്യമായിട്ട് സർക്കാരിൽ നിന്നും ഈ സ്വകാര്യ മുതലാളിമാരുടെ ചൂഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൈകാര്യ ചിലവ് അടക്കം കൊടുക്കുന്ന സമീപനത്തോടുകൂടി സഹകരണ സംഘങ്ങൾ, സർവീസ് സഹകരണ സംഘങ്ങളും മാർക്കറ്റിംഗ് സഹകരണ സംഘങ്ങളും, അതിൽ പിന്നീട് തർക്കങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നപ്പോൾ സർവീസ് ബാങ്കുകൾ മാത്രം എടുത്താൽ മതി എന്ന് തീരുമാനിച്ചതിന് ശേഷം അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ അത് പ്രൊക്യൂർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് അരിയാക്കി കുട്ടനാടൻ അരി എന്നുള്ള നിലയിൽ തന്നെ പുറത്തുനിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ ആകർഷണ പദ്ധതി എന്നുള്ള നിലയിൽ ഇതിന് വില കിട്ടുന്നതിന് വേണ്ടിയൊക്കെ അന്നത്തെ UDF സർക്കാർ ശ്രമിച്ചുകൊണ്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന സമയത്ത് നെല്ലെടുത്തു കഴിഞ്ഞാൽ 60 ദിവസം അല്ലെങ്കിൽ 70 ദിവസം അല്ലെങ്കിൽ അങ്ങേയറ്റം 2 മാസം, ആ 2 മാസത്തിനകം പണം കൊടുക്കുന്ന സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. 1 or 2 സന്ദർഭത്തിൽ 2 മാസം എന്നുള്ളത് 3 മാസം വരെ ഡിലേ വന്നിട്ടുണ്ട്. അതൊക്കെ തുറന്ന് അംഗീകരിക്കുന്നതിന് എനിക്ക് മടിയൊന്നുമുള്ള ആളല്ല. അങ്ങനെ വെറുതെ ബാധിച്ച് ജയിച്ച് തർക്കിച്ച് വെറുതെ കർഷകർ ഇതൊക്കെ കേൾക്കുന്ന കർഷകർ എന്നെ കളിയാക്കും ഞാനതിന് മാറി നിന്ന് പോയാൽ. അപ്പോൾ അതിൻ്റെ അത് വീഴ്ചകൾ വന്നിട്ടുണ്ട്. 2 മാസം എന്നുള്ളത് 4 മാസമായ സന്ദർഭം വന്നിട്ടുണ്ട്. പക്ഷേ കൊടുത്തിട്ടുണ്ട്. ആ കൊടുക്കുന്നത് സ്വകാര്യ മുതലാളിമാർ 600 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം 1000 രൂപയ്ക്ക് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർക്ക് ന്യായമായ വില കിട്ടുന്നത് കൊണ്ടാണ് അത് ആകർഷണീയമായി സ്വകാര്യ മില്ലുകാർക്ക് കൊടുക്കുക സർക്കാർ നേരിട്ട് സംഭരിച്ചപ്പോൾ കൊടുത്തത്. പക്ഷേ ഈ ഗവൺമെൻറ് വന്നു, കർഷകരുടെ സർക്കാർ അല്ലെ കർഷക തൊഴിലാളികളുടെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, അവരാണല്ലോ തൊഴിലാളി പ്രേമികൾ, കർഷകരെയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ. പ്രത്യേകിച്ച് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവ മണ്ഡലം കൂടിയാണ് കുട്ടനാട്. ആ കുട്ടനാട്ടിൽ സഖാവ് VS അടക്കമുള്ള ആളുകൾ വന്നിട്ട് തൊഴിലാളി പ്രവർത്തനവും പാടശേഖരങ്ങളിൽ വയലേലകളിൽ അദ്ദേഹം പാട്ടുപുസ്തകം വിറ്റ് തൊഴിലാളികളുടെ ഇടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്ന നേതാവാണ് അദ്ദേഹം. മുഖ്യമന്ത്രിയായപ്പോൾ കൊടുത്തിട്ടില്ല. ഇപ്പൊ പിണറായി വിജയൻ വന്നപ്പോൾ സമയത്ത് കൊടുത്തിട്ടില്ല. 3 മാസം അല്ല 6 മാസം കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇതാണ്. ഇതിനൊക്കെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു UDF ഭരിക്കുമ്പോൾ. അതിലൊക്കെ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഏറെക്കുറെ കൃത്യമായി ആ സംവിധാനം മുന്നോട്ട് പോയിരുന്നു. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നപ്പോഴാണ് ഇതിൽ വലിയ പാകപ്പിഴകൾ സംഭവിച്ചത് എന്നാണ് അനിൽ ബോസ് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അഡ്വക്കേറ്റ് BN ഭാസ്കർ കൂടി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ചർച്ചയിൽ ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.